ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. 2024 ഇപ്പം തീരും. ഇപ്പം കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ ഇനി തീരാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് തീരുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാമെന്ന്. ലാസ്റ്റത്തെ വീഡിയോ, 2024 ലാസ്റ്റത്തെ വീഡിയോ. അപ്പോൾ ഈ 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുറേ ബ്ലെസ്സിങ്സിൻ്റെ ഒരു ഇയറായിരുന്നു എനിക്ക് പേഴ്സണലി. എൻ്റെ ഒത്തിരി പേഴ്സണൽ ഗ്രോത്ത് നടന്ന ഒരു വർഷം കൂടിയായിരുന്നു. ഒത്തിരി പ്രത്യേകതകളുള്ള വർഷമാണ്. എൻ്റെ 30s ലാസ്റ്റ് ഇയർ ആയിരുന്നു. പിന്നെ കുറേ തീരുമാനങ്ങൾ, നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത വർഷമായിരുന്നു. അങ്ങനെ അപ്പം അതായത് എന്താ പറയുക, ഈ വർഷം ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന്. നമ്മളെല്ലാം പറയും നമ്മുടെ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. അത് എല്ലാവരും മീൻ ചെയ്തത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്താണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിസിക്കൽ ഹെൽത്തിനെ കഴിഞ്ഞും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ്ങിനാണ്. അപ്പം നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടിരുന്നാൽ, മെൻ്റലി ഹെൽത്തി ആയിട്ടിരുന്നാൽ നമ്മുടെ പകുതി അസുഖങ്ങളും ഇല്ലാതാവുമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫിസിക്കലി വരുന്ന അസുഖങ്ങളെ നമുക്ക് ഒത്തിരി ഒരു പരിധി വരെ നമുക്ക് മാറ്റാമെന്ന് പറയാം. ഈ ഇമോഷണലി, അതായത് മെൻ്റൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തത്, ഞാൻ കുറച്ച് നോസ് പറയാൻ പഠിച്ചു. പിന്നെ നെഗറ്റിവിറ്റീസിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മളൊരു പോസ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു പോസ് എടുത്തു. ഇത് ആക്സിഡൻ്റലി സംഭവിച്ച പോസാണ്. പക്ഷേ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അതൊരു ഭയങ്കര ഒരു ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. അതായത് നമ്മൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ, നമ്മുടെ ഒരു സ്വഭാവമുണ്ട്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നൊരു വാശി, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നുള്ളൊരു തോന്നൽ. അതൊക്കെ വെറുതെയാന്നേ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. അപ്പം നമ്മളൊന്ന് പോസ് എടുത്ത് നോക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഈ പോസ് എന്ന് പറയുന്നത് ചിലപ്പം ഒരാഴ്ചയായിരിക്കാം, ചിലപ്പം 1-2 മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ 1-2 വർഷങ്ങളായിരിക്കാം. പക്ഷേ എൻ്റെ പോസ് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഡിസംബറിൽ ഞാനെടുത്ത തീരുമാനങ്ങൾ, പിന്നെ എൻ്റെ ലൈഫിലൊരു പോസ് എടുത്തത് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത് ആ ഒരു സമയം നമ്മളെടുത്ത് ചിന്തിച്ച് തീരുമാനിച്ച് നമ്മൾ ഒത്തിരി പഠിച്ചു. ആ സമയത്ത് നമ്മൾ ആരാന്ന് പഠിച്ചു, നമ്മുടെ നമ്മൾ നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പം ആ ഒരു വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഭയങ്കര നല്ലൊരു വളർച്ചയാണ്. അപ്പം അങ്ങനെ ആ കാഴ്ചപ്പാടുകളിൽ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പം ഞാൻ കുറച്ച് സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ പള്ളിയിലും ഒക്കെ ആയിട്ട്, സോഷ്യൽ മീഡിയയിലല്ല, അത് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിരുന്നു. ഈ പോസ്റ്റ് ടൈമിലും ആക്റ്റീവായിരുന്നു. പക്ഷേ ഫിസിക്കലി ആക്റ്റീവായിരുന്ന ഒരു ആളായിരുന്നു. പക്ഷെ ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു പോസ്റ്റ് എടുത്തു. എനിക്കങ്ങനെ എടുക്കാൻ തോന്നി. അങ്ങനെ അപ്പം നമ്മുടെയൊക്കെ വിചാരം അതായത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെ പ്രത്യേകിച്ചും നമ്മളൊന്നുമില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നുള്ളൊരു വിചാരമൊക്കെ നമുക്കില്ലേ. പക്ഷേ ഒന്ന് മാറി നിന്ന് നോക്കണമെന്നേ. ഇപ്പം ബാക്കിയുള്ളവരെയും കൂടെ വളരാൻ നമ്മൾ അനുവദിക്കണം അല്ലേ. ഇപ്പം നമ്മളില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളില്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളുണ്ടായിരുന്നപ്പോൾ ജീവിച്ചതിലും സന്തോഷമായിട്ട് ചിലപ്പം ജീവിക്കുമായിരിക്കും. അപ്പം അവർക്കും കൂടെ നമ്മുടെ ലൈഫിൽ അവർക്കും കൂടെ വളരാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. പിന്നെ ഓവർ ബേർഡൻ എടുത്ത് വെക്കരുത് നമ്മൾ. കാരണം ഞാൻ തന്നെ ചെയ്യണം, എല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ ശരിയാകുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് ഒത്തിരി മാറ്റം വന്നു. അതായത് ഒരു പോസ്, ശരിക്കും പറഞ്ഞാൽ പോസ്. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക.
നമുക്ക് അനാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം, ഓവർ സ്ട്രെസ് എടുക്കാതിരിക്കുക. അപ്പം അതൊരു കാര്യം, അങ്ങനെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പം അതിന് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നോ പറയാനായിട്ട് ഞാൻ പഠിച്ചു. കുറേ നോ പറയാൻ പഠിച്ചു. അപ്പം നമ്മൾ പൊതുവേ എല്ലാവരും തന്നെ എങ്ങനെയാണ്, ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പം അല്ലെങ്കിൽ കാര്യം പറയുമ്പം അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാൻ നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്താണല്ലോ നമ്മൾ എപ്പോഴും മനസ്സോടെ എസ് പറയുന്നത്. പക്ഷേ നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. ആ ഒരു സമയത്ത്, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ കേൾക്കുന്നയാൾക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം. പക്ഷേ കുറച്ചും കൂടെ നാൾ കഴിയുമ്പം, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തീരുമാനം തന്നെയായിരിക്കും. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പിന്നെ പ്രത്യേകിച്ചും പിന്നെ പറയാനായിട്ടുള്ളത് ഈ 30s, 40s, 50s, 60s, പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെയുള്ള വയസ്സുള്ള ആൾക്കാരോടാണ്. ഇപ്പം ഞാൻ എൻ്റെ 30s കഴിഞ്ഞതേ, നാളെ അടുത്ത 2025 ഞാൻ 40s കിടക്കുവാണ്. അപ്പം നമുക്കൊക്കെ ഇനി എത്ര ജീവിതം ബാക്കിയുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, അല്ലേ? ചിലപ്പം ഒരു 5 വർഷമായിരിക്കാം, ചിലപ്പം ഒരു ദിവസമായിരിക്കാം, 2 ദിവസമായിരിക്കാം, ചിലപ്പോൾ 10 വർഷമായിരിക്കാം, ചിലപ്പോൾ 20 വർഷമായിരിക്കാം. നമുക്ക് നമ്മുടെ മുന്നിലോട്ടുള്ള ഭാവി, അല്ലെങ്കിൽ നമുക്ക് മുന്നിലോട്ട് എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ കാണുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പം ബി യുവർ സെൽഫ്. ഇത്രയും നാളും ഞാനൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയപ്പം ചെറുപ്പകാലങ്ങളിൽ നമ്മൾ നമ്മുടെ പേരൻസ് പറയുന്ന കേട്ട് ജീവിച്ചു, അല്ലേ? മിക്കവാറും ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ച് ഈ പറഞ്ഞ പോലെ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമമാവുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ പേരൻസിനെയൊക്കെ പേരൻസ് പറയുന്ന കേട്ടൊക്കെ ജീവിച്ചു, അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പഠിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു, ജോലിയാകുന്നു, പിന്നെ ഒരു കുടുംബമാകുന്നു. അപ്പം അവിടെയെല്ലാം പ്രയോറിറ്റീസ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ്, അല്ലേ? അപ്പം ഇനിയെങ്കിലും ഈ ഒരു 2025 ആയ ഈ സമയത്ത് ആകാൻ പോകുന്ന ഈ സമയത്ത് ഇനിയെങ്കിലും ഉള്ള കുറച്ച് നാളുകൾ, എത്ര നാൾ നമ്മളുണ്ടെന്ന് അറിയത്തില്ല, നമ്മളായിട്ട് തന്നെ ഒന്ന് ജീവിക്കാൻ പഠിച്ചേ. അപ്പം അന്നേരത്തേന് നമുക്കൊരു സ്ട്രെസ് വരത്തില്ല. ഇപ്പം നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ ബാക്കിയുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ, അല്ലേ? ഇപ്പോൾ എത്ര നാൾ നമുക്ക് അഭിനയിക്കാൻ പറ്റും? ഇപ്പം മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എത്ര നാൾ നമ്മൾ അല്ലാതെ നമ്മളെ മറന്നുകൊണ്ട് എത്ര നാൾ നമുക്ക് അഭിനയിക്കാൻ പറ്റും? അഭിനയിക്കാൻ പറ്റുമായിരിക്കും, കുറച്ച് വർഷങ്ങൾ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേന് അതിനോട് ഭയങ്കര ഒരു മടുപ്പാവും, അല്ലേ? അപ്പം പിന്നെ അപ്പം അതിലൊക്കെ നല്ലത് ഇപ്പം നമ്മളായിട്ട് തന്നെ ഇരിക്കുക. ബി യുവർ സെൽഫ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്തുക. നമുക്ക് അതായത് ഒരു മീ ടൈം കണ്ടെത്തുക. അങ്ങനെ നമ്മളായിട്ട് കുറച്ച് ഇനിയുള്ള കാലങ്ങൾ പറ്റിയില്ലെങ്കിലും ഇപ്പം ആഴ്ചയിൽ 7 ദിവസമുള്ള ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നമുക്ക് നമ്മളായിട്ട് തന്നെ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു 2024 അതായത് 2023 ഡിസംബറിൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ. കുറേ തീരുമാനങ്ങൾ എൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം എപ്പോഴും നമ്മളൊരു പോസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. നമ്മളെപ്പറ്റി തന്നെ ഒന്ന് ചിന്തിക്കാനും നമ്മുടെ കഴിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ എപ്പോഴും ആ ഒരു പോസ് നല്ലതായിരിക്കും. ഇനിയിപ്പം നമുക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാം. ഹാപ്പി ന്യൂ ഇയർ 2025. താങ്ക് യു.